പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ആത്മീക സംഭവങ്ങൾ ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇറാൻ ഒരു കഠിനമായ ഇസ്ലാമിക് ഭരണകൂടമുള്ള രാജ്യമാണ്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഷിയകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യവുമാണത്. അതുകൊണ്ട് തന്നെ സുന്നികളും ഷിയാക്കളും തമ്മിൽ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സുന്നി രാജ്യങ്ങളിൽ പലപ്പോഴും ഷിയാക്കളെ ഉപദ്രവിക്കാറുണ്ട്, കൊല്ലാറുണ്ട്. അവരുടെ പണ്ഡിതന്മാരെ പലരെയും തടവിൽ ഇട്ടതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഷിയ രാജ്യത്ത് ക്രിസ്ത്യാനികളാകുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടുന്ന് മതം വിട്ടു പോകുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് രാഷ്ട്രീയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിചിത്രമായ ഒരു സത്യം ഇതാണ്: ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ അതിശയം കുറിയേക്കാം. മിഷണറിമാർക്ക് പ്രവേശനം കുറവാണ്, പള്ളികൾ അടയ്ക്കപ്പെടുന്നു, ക്രിസ്ത്യാനികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഒക്കെ ഉണ്ടെങ്കിലും ദൈവസഭ ദിനംതോറും വളരുകയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള കർത്താവ് പറഞ്ഞല്ലോ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവിൻ്റെതാണ് സഭ, കർത്താവാണ് സഭയുടെ നാഥനും പണിയുന്നവനും. അതുകൊണ്ട് ആ കർത്താവ് തൻ്റെ സഭയെ ഇറാനിൽ പണിതുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇറാന്റെ ആത്മീയ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇറാൻ പുരാതന കാലത്ത് പേർഷ്യ എന്നായിരുന്നു അറിയപ്പെട്ടതെന്ന് ഒരു മുൻ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ചരിത്രം സംബന്ധിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായല്ലോ. ബൈബിളിൽ പേർഷ്യക്ക് വലിയ സ്ഥാനമുണ്ട്. സൈറസ് ദ ഗ്രേറ്റ് യഹൂദന്മാരെ യെരുസലേമിലേക്ക് മടക്കി അയച്ച ഒരു രാജാവാണ് അദ്ദേഹം. മാത്രമല്ല ഡാനിയേൽ എന്ന് പറയുന്നതായിട്ടുള്ള പ്രഗത്ഭനായ യഹൂദനായിരുന്ന വ്യക്തി. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവാചകനും കൂടിയായിരുന്നു. ബുക്ക് ഓഫ് എസ്തേർ പേർഷ്യൻ രാജധാനിയിൽ നടന്ന ഒരു കഥയാണ്, ഒരു സംഭവമാണ് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത്. പേർഷ്യൻ ജനതയ്ക്ക് ദൈവവുമായി ഒരു പഴയകാല ബന്ധം ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ട് ഇറാനിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് വളരെ ശക്തമാണ്. 1979 ഒരു വലിയ സംഭവം നടന്നു, ഇറാൻ റവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം. ഈ വിപ്ലവത്തിന് ശേഷം രാജാവിനെ പുറത്താക്കി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു. അതിനുശേഷം പല പള്ളികളും അടച്ചുപൂട്ടി, ബൈബിൾ പ്രചരിപ്പിക്കുന്നത് നിയന്ത്രിച്ചു, ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പലർക്കും ജയിലും മരണവും നേരിടേണ്ടി വന്നു. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പീഡനം സഭയെ നശിപ്പിക്കുകയില്ല, അത് സഭയെ വളർത്തും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് തൻ്റെ സഭയെ പണിയുകയാണ്. നാം ആ സഭ പണിയുന്നതിൽ അനുസരണമുള്ളവരായി തീർന്നാൽ മാത്രം മതി. കർത്താവിൻ്റെതാണ് സഭ എന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത്. നാലാമതായിട്ട്, എന്തുകൊണ്ടാണ് ഇറാനിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്? ഇതിനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഡ്രീംസ് ആൻഡ് വിഷൻസ്. ഇറാനിലെ പല മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത്, ഞങ്ങൾ സ്വപ്നത്തിൽ ഒരു മനുഷ്യനെ കണ്ടു, അവൻ വെളുത്ത നിലയങ്കി ധരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. അവർ പിന്നീട് മനസ്സിലാക്കുന്നത് ആ വ്യക്തി യേശു ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല, അവിടെ നിരീശ്വരവാദത്തിലേക്ക് പോയ ആളുകളിൽ 10% ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പഠനം നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തക പ്രകാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ദർശനങ്ങളിലൂടെ ആളുകളെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ ശൗൽ എന്നായിരുന്നു എബ്രായ ഭാഷയിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ റോമൻ പേരാണ് പൗലോസ് അല്ലെങ്കിൽ പോൾ എന്നുള്ളത്. അപ്പോൾ പോൾ ദ അപ്പോസ്റ്റൽ ദമസ്കോസ് വഴിയായിട്ട് അദ്ദേഹം ഒരു ദർശനത്തിലൂടെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഇന്നും മനുഷ്യരോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിലെ സംഭവങ്ങൾ അതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്, സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിയായിട്ട് ഇറാനിൽ പലരും ക്രിസ്ത്യൻ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ക്രിസ്ത്യൻ TV ചാനലുകൾ, ഓൺലൈൻ പ്രഭാഷണങ്ങൾ ധാരാളം ആളുകൾ ശ്രദ്ധിക്കുകയും അങ്ങനെ അവരെ രഹസ്യമായി വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട്, ഹൗസ് ചർച്ച് പ്രസ്ഥാനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വലിയ പള്ളികൾ കെട്ടിടങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി കെട്ടിടങ്ങളിലല്ല കർത്താവ് വസിക്കുന്നതെന്നും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നതെന്നുള്ള ആ ഉത്ബോധം ജനഹൃദയങ്ങൾക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുകയും അവരെ അങ്ങനെ ഭവനങ്ങളിൽ ഒത്തുകൂടി ഹൗസ് ചർച്ചസ് വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ്. വീട്ട് ചർച്ചകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, വീടുകളിൽ കൂടി വചനം പഠിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ സഭ വളരെ ശക്തമായിട്ട് അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അപ്പോസ്തല നടപടികൾ വായിക്കുമ്പോൾ
അതേപോലെ അന്ന് എങ്ങനെയായിരുന്നു സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടും എണ്ണത്തിലും ഗുണത്തിലും പെരുക്കമുള്ളതായി തീർന്നത്, അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമതായിട്ട് ആത്മീയമായ ഒരു ശൂന്യത നികത്തുവാൻ തക്കവണ്ണം ഇസ്ലാമിലെ പല യുവാക്കന്മാരും വളരെ ശക്തമായിട്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ചെറുപ്പക്കാരും ഭരണകൂടത്തിലെ ഇസ്ലാമിക ഭരണകൂടത്തില് വളരെയധികം നിരാശപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഭരണകൂടത്തോട് എതിർപ്പാണ്. ആ ഭരണകൂടത്തിന്റെ മത ചിന്തകളും മതപ്രവൃത്തികളും ഒക്കെ ആളുകളെ വളരെയധികം അടിമകളാക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അവർ ചിന്തിക്കുകയും എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത് എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങുകയും ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്ന ഏതൊരുവനും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കോണം ഇടയായിത്തീരുകയും ചെയ്യുമെന്നുള്ളതാണ് ഇറാനിലെ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവര് അങ്ങനെയുള്ള അന്വേഷകരായിട്ടുള്ളവര് യേശു ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കുകയും ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള ആ വലിയ മഹത്വകരമായ സന്ദേശത്തിലേക്ക് ആകർഷിതരായി തീരുകയും ചെയ്യുന്നു. അഞ്ചാമതായിട്ട് ഇറാനിലെ സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഇറാനിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികൾ വളരെ ശക്തരാണ്. അവരുടെ വിശ്വാസം വളരെ ശക്തമായിട്ടുള്ളതാണ്. ആർക്കും ഉലച്ചു കളയുവാൻ കഴിയാത്ത വിധത്തില് അവർ ഓരോരുത്തരും ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് നിൽക്കുകയാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മളെ വേർതിരിക്കുവാൻ കഴിയും? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ ഉപദ്രവമോ എന്തു വന്നാലും ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് അവർ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, മതപരമായിട്ട് സുരക്ഷിതയില്ല, നിയമപരമായിട്ട് സംരക്ഷണമില്ല. എങ്കിലും അവർ പറയുകയാണ് ഞങ്ങൾ യേശുവിനായി ജീവിക്കും. ഇത് നമ്മെ ആദ്യ നൂറ്റാണ്ടിലെ സഭയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് സഭ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറയുന്നത്. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ അന്യോന്യമുള്ള സ്നേഹം വർദ്ധിക്കും, അന്യോന്യമുള്ള കരുതൽ വർദ്ധിക്കും. മനുഷ്യരെ സ്വസ്നേഹികളാകാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരസ്പരം വിശ്വസിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും ഇടയായിത്തീരുകയും അങ്ങനെ സഭയുടെ വളർച്ച ഉണ്ടാകുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. അത് നമുക്കറിയാവുന്ന പോലെ ഏർലി ക്രിസ്ത്യൻ പെർസിക്യൂഷൻസ് ഇൻ ദ റോമൻ എംപയർ, അല്ലെങ്കിൽ ആദ്യകാലത്ത് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്കുണ്ടായ അപകടങ്ങൾ എത്ര വലുതായിരുന്നു. പിന്നീട് സഭയെ റോമനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ജനം വ്യതിചലിക്കുകയും മൂല്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിക്കുകയും അതൊരു മതമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ക്ലേശകരമായ കാര്യം. അതുകൊണ്ട് സഭയെയും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മഹത്വകരമായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഭയെയും നമ്മളെ റോമനൈസ് ചെയ്തിട്ടുള്ള സഭയും തമ്മിൽ തിരിച്ചറിയാൻ ബോധ്യമുള്ളവരായി തീരണം എന്നും കൂടെ ഈ ഇറാനിലെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏഴാമതായിട്ട് ദൈവത്തിന്റെ വലിയ പദ്ധതി ബൈബിളിലെ പ്രവചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകവും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും പേർഷ്യൻ രാജ്യത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള സ്വാധീനം നൽകിയിട്ടുണ്ട്. ഇന്നും ദൈവം ആ ദേശത്തിന്മേൽ പ്രവർത്തിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. എട്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ഇറാനിലെ സഭ നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, വിശ്വാസത്തിന് വില കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രം സഭയിൽ കടന്നുകൂടാൻ പാടില്ല, രാഷ്ട്രീയം സഭയിൽ കടന്നുകൂടാൻ പാടില്ല. സഭയുടെ വിശ്വാസികൾക്ക് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം സഭയുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അത് വലിയ അപകടം ചെയ്യും, അത് വലിയ ആപത്താണ്. അതാണ് പല ക്രിസ്തീയ സഭകൾക്കും സംഭവിച്ചത്. അതുകൊണ്ട് ക്രിസ്തീയ സഭകളെ മതമായിട്ട് പല ആളുകളും കണക്കാക്കുന്നു. അതുകൊണ്ടാണ് മത ന്യൂനപക്ഷങ്ങളിൽ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ന്യൂനപക്ഷം എന്നുള്ള പദവി വേണമെന്നൊക്കെ പറയുന്നത്. കാരണം അതിനെ ഒരു മതമായി കാണുന്നതുകൊണ്ടാണ്. സഭയെ ഒരിക്കലും നമുക്ക് മതമായി കാണാൻ കഴിയുകയില്ല. കാരണം കർത്താവ് സ്ഥാപിച്ചത് മതത്തെ അല്ല, സഭയെയാണ്. ആ സഭയെ വിൽക്കുന്നതായിട്ടുള്ള സഭയുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകൾ അറിയണം, വിശ്വാസത്തിന് വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് സഭയിലേക്ക് നിങ്ങൾ മതത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നത്. അത് അപകടമാണ്. വരും തലമുറ നിങ്ങളെ നോക്കി പറയും, ഇറാനിലെ ജനം പറയുന്ന പോലെ പറയും, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മതമല്ല ആവശ്യം, ഞങ്ങൾക്ക് മശിഹായെയാണ് ആവശ്യം എന്ന് ജനം ഒന്നടങ്കം പറയുമെന്നതിന് യാതൊരു സംശയമില്ല. അവിടെ ആളുകൾക്ക് യേശുവിനെ പിന്തുടരുവാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ
അതിനവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തെ തടയാൻ നമുക്ക് സാധ്യമല്ല. അത് രാജ്യങ്ങൾക്ക് തടയാൻ കഴിയുകയില്ല, നിയമങ്ങൾക്ക് തടയാൻ കഴിയുകയില്ല. സുവിശേഷത്തിന് ബന്ധനമില്ല, അതറിഞ്ഞുകൊള്ളണം. സുവിശേഷത്തിന് ബന്ധനമില്ല. നിങ്ങൾ എത്രമാത്രം മത തീവ്രതയോടുകൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയോടുകൂടെ ഈ വിശ്വാസത്തെ, ക്രിസ്തീയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ബന്ധനമില്ലാത്ത സുവിശേഷം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് ആഴമായിട്ട് പതിയും എന്നതിന് യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ട് അവിടെയുള്ള ജനതയുടെ പ്രാർത്ഥനയുടെ ശക്തി. ലോക ജനത മുഴുവനായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വിശ്വാസികൾ ഈ ഇറാനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാനിലുള്ള ക്രിസ്തീയ വിശ്വാസികളും വളരെ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിന്റെ മഹത്വം അതുകൊണ്ട് തന്നെ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റമില്ലാത്ത വസ്തുതയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ആ ദേശത്ത് സുവിശേഷത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു സാക്ഷ്യം ഒരു ഇറാനിയൻ വിശ്വാസി പറഞ്ഞ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്: ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ആദ്യമായി ഞാൻ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയുവാനിടയായി. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയാൻ ഇടയായി തീർന്നത് വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോഴാണ്. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിൽ ഞാൻ ഭയത്തെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ഞാൻ ഭയപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ ദൈവസ്നേഹം കാണുകയും സ്വാതന്ത്ര്യം, ഇന്റേണൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ വ്യക്തിയുടെ സാക്ഷ്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇറാനിലെ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യർക്ക് തടയാനാവില്ല. യേശു കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീഴുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അവിടെ അനേക വിശ്വാസികൾ രക്തം ചൊരിഞ്ഞപ്പോൾ ആ രക്തത്തിൽ നിന്ന് അനേക മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്തു വിശ്വാസികളായി ഇന്നവിടെ സഭ എണ്ണത്തിലും ഗുണത്തിലും വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇറാനിൽ ഹൗസ് ചർച്ചസിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവരാജ്യത്തെ ആളുകൾക്ക് ബോധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ നാം ഈ ജനതയോർത്ത് പ്രാർത്ഥിക്കണം. പീഡിത സഭയോർത്ത് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തും സുവിശേഷം ധൈര്യത്തോടെ പ്രഖ്യാപിക്കണം. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യവും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരും എന്നതിന് യാതൊരു സംശയമില്ല. അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലും ലോകത്തിൽ മുഴുവനും ഈ വെളിച്ചം പ്രകാശിക്കുവാൻ ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചം എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ സാക്ഷാൽ വെളിച്ചമായിരിക്കുന്ന യേശുവിന്റെ ജീവന്റെ വെളിച്ചം എല്ലാവരിലേക്കും പടരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.